പല സീനുകളും അപ്പാടെ കട്ട് ചെയ്ത് മാറ്റണം എന്നൊക്കെയുള്ള നിർദ്ദേശമാണ് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ജാനകി എന്ന കഥാപാത്രത്തിന്റെ പേര് സിനിമയിൽ റീനെയിം ചെയ്യണം, പുനർനാമകരണം ചെയ്യണമെന്നായിരുന്നു CBFCയുടെ നിലപാട്. ആ നിലപാടിൽ നിന്നൊക്കെ അവർ ബഹുദൂരം പുറകോട്ട് പോയി. അതിന് ഞാൻ ആ ചെറുത്തുനിൽപ്പിന് ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഇതിന് പണം മുടക്കിയ നിർമ്മാതാവ്, അദ്ദേഹത്തിന് മേൽ എത്രത്തോളം സമ്മർദ്ദമുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. ഇതിൻ്റെ സംവിധായകൻ, അയാൾ എത്രയോ നാളായി ഈ സിനിമ പുറത്തിറങ്ങി കാണണം എന്നുള്ള പ്രതീക്ഷയിൽ കഴിയുന്ന ആളാണ്. ഇതിൻ്റെ വിതരണക്കാരൻ, ഇതിൻ്റെ നിയമപരമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അവരെ തീർച്ചയായിട്ടും നേടിയിരിക്കുന്നത് ചെറിയൊരു വിജയമായി ഞാൻ കാണുന്നില്ല. മറ്റൊന്ന്, മലയാള സിനിമാ വ്യവസായം ഒന്നടങ്കം ഉയർത്തിയൊരു പ്രതിഷേധമുണ്ട്. അത് നിർമ്മാതാക്കളും സാങ്കേതിക പ്രവർത്തകരും അഭിനേതാക്കളും ഒറ്റ മനസ്സോടെ ഈ വിഷയത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു പോരാട്ടം നടത്തി. അത് പൊതുസമൂഹത്തിൻ്റെ, മാധ്യമ സമൂഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിലും അത് ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോൾ അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് CBFC അവരുടെ ആദ്യ ഉയർത്തിയ വാദങ്ങളിൽ നിന്ന് ഒരുപാട് അവർക്ക് പിന്നോട്ട് പോകേണ്ടി വന്നത്. പിന്നെ ഇതൊരു വിൻ വിൻ സിറ്റുവേഷനിലേക്കാണല്ലോ രണ്ട് കൂട്ടരും നോക്കുന്നത്. ഈ സിനിമയുടെ OTT കരാറായിട്ടുണ്ട്. അത് ഓണക്കാലത്ത് അത് ടെലിവിഷനിൽ വരേണ്ട സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചത്, തീർച്ചയായിട്ടും ഞാൻ വാദം കേൾക്കാൻ മുന്നിട്ടിൽ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാകുകയും ചെയ്യും. പക്ഷെ അപ്പോഴും അപ്പീലിന്റെ സാധ്യതകളുണ്ട്. ഈ സിനിമയുടെ റിലീസ് അനന്തമായി നീട്ടിവെക്കപ്പെടുകയാണ്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ആ സിനിമയിൽ പണം മുടക്കിയവരുടെയും സംവിധായകന്റെയും ഒക്കെ മാനസിക സമ്മർദ്ദം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. ഈ തീരുമാനത്തിൽ അവരോടൊപ്പം തന്നെ നിൽക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം. പക്ഷെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച സംഗതിയുണ്ട്. നിങ്ങളെ കണ്ടപ്പോഴും തിരുവനന്തപുരത്തുള്ള ഞങ്ങളുടെ സമരത്തിനിടയിൽ ഫെഫ്ക എടുത്തൊരു നിലപാടുണ്ട്, നിർമ്മാതാക്കൾ എടുത്തൊരു നിലപാടുണ്ട്, മറ്റ് സഹോദര സംഘടനകൾ എടുത്തൊരു നിലപാടുണ്ട്. ആ ചെറുത്തുനിൽപ്പിൽ ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഭാഗമായി എന്നുള്ളത് ഓർക്കുക. ഞങ്ങൾ പറഞ്ഞത് ഇതൊരു സിനിമയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ല. ഇത് ഇനിയും സംഭവിക്കും, തീർച്ചയായും ഇനിയും സംഭവിക്കും. ഇന്ന് CBFCക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ പറഞ്ഞത്, അദ്ദേഹം ഒരുപാട് സിനിമകൾ ചൂണ്ടിക്കാണിച്ചു, പത്മാവതി ചൂണ്ടിക്കാണിച്ചു. അപ്പൊ അവരെ റീനെയിം ചെയ്ത സിനിമകൾ തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ അതെല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് ഇനിയും ഇത് പ്രതീക്ഷിക്കാം. പക്ഷെ ഇത് നമ്മൾ പ്രതീക്ഷിക്കാതെ മാത്രമല്ല, ഇത് ഉറപ്പായി ഉണ്ടാകും എന്നുള്ള ബോധ്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ വേണ്ടത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രി, ആദരണീയനായ കേന്ദ്രമന്ത്രിക്ക് ശ്രീ സുരേഷ് കുമാർ ഒരു നിവേദനം ഇൻഡസ്ട്രിയുടേതായിട്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹവുമായി നേരിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പറയുന്നത് പോലെ ഇതിനകത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ പൊളിച്ചെഴുത്ത് മാത്രമല്ല, വളരെ സെൻസിബിലിറ്റിയുള്ള ഒരു കമ്മിറ്റിയും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇന്ന് കോടതിയിൽ CBFC സമർപ്പിച്ച അഫിഡവിറ്റിന്റെ ഏതാണ്ട് 10 പേജുകളാണ് എൻ്റെ കയ്യിലുള്ളത്. ബാക്കിയെല്ലാം ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ 10 പേജുകൾ വിശദമായ വിശകലനം ആവശ്യപ്പെടുന്നുണ്ട്. പൊതുസമൂഹം തിരിച്ചറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഒരു കാര്യം മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി എഴുതുകയും പറയുകയും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. വളരെ വിശദമായി ഇത് എഴുതേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. പക്ഷെ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. അവർ പറയുന്നത്, ഹിന്ദു മതസ്ഥർ ആരാധിക്കുന്ന സീതാദേവിയുടെ പര്യായമാണ് ജാനകി. അവര് ഒരു ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നു. അങ്ങനെ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്ന ഒരു സ്ത്രീക്ക് ഒരിക്കലും ജാനകി എന്ന പേരിടാൻ പാടില്ല എന്ന് യാതൊരു വിധത്തിലുള്ള എന്താ പറയേണ്ടത് ഇൻഹിബിഷനും ഇല്ലാതെ ഈ അഫിഡവിറ്റിൽ CBFC പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? അവർക്ക് വേണ്ടി ഹാജരാകുന്നത് ഇതര മതസ്ഥനായ ഒരു വക്കീലാണ്. അപ്പോൾ വളരെ അധികം എംബാരസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഈ വക്കീൽ അവരോട് ചോദിക്കുന്നു. ഇത് കമ്മ്യൂണലായിട്ടുള്ള സ്പർദ്ധ, ഡിസാർമണി ഉണ്ടാക്കും. ഏത് സമയത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് തരത്തിലുള്ള സെൻസിബിലിറ്റിയാണ് ഈ CBFC പ്രകടിപ്പിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ CBFCയോടുള്ള എല്ലാ ബഹുമാനത്തോടു കൂടി ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ഇന്ന് നമ്മളുടെ കേസ് വാദിച്ച ഹാരിസ് ബീരാന് നാളെ ജാനകി എന്നൊരു കക്ഷിയുടെ കേസ് എടുക്കാതിരിക്കാൻ പറ്റുമോ?
അങ്ങനെ ഒരു നിയമനിർമ്മാണം നമ്മൾ നടത്തേണ്ടി വരുമോ? ഒരു ജാനകി, അതിക്രമത്തിനായ ഒരു ജാനകി അദ്ദേഹത്തെ സമീപിക്കുകയാണെങ്കിൽ ഹാരിസ് ബീരാനെ കേസ് നടത്താൻ പറ്റില്ല. അപ്പോൾ ഇനി നമ്മൾ കോടതി കേസ് നടത്തുമ്പോൾ ഇനി ഇത് നിങ്ങൾ തിരിച്ചതിന്റെ യുക്തി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ജാനകിക്ക് വേണ്ടി ഹാജരാകുന്ന ഒരു ഹിന്ദു ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല, ഈ ചോദ്യങ്ങൾ ചോദിക്കാവോ? അപ്പൊ എന്ത് തരത്തിലുള്ള സെൻസിബിലിറ്റിയാണ് ഇവർ റിഫ്ലക്ട് ചെയ്യുന്നത്? ഈ ചോദ്യം നമ്മൾ പൊതുസമൂഹം ഉയർത്തേണ്ട ഒരു ചോദ്യമാണ്. ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെയധികം ഓട്ടോണമസ് എന്ന് നമ്മൾ കരുതുന്ന ഒരു ബോഡിയാണ് CBFC എന്നുള്ളത്. അത് ഒരു മറയില്ലാതെ പ്രത്യയശാസ്ത്രപരമായൊരു നിലപാടെടുത്തിരിക്കുക ഇതിനകത്ത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വളരെ പ്രത്യയശാസ്ത്രപരമായൊരു നിലപാടെടുത്തിരിക്കുക. ആ നിലപാടിനെ തീർച്ചയായിട്ടും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ മുഴുവൻ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളും സാംസ്കാരിക പ്രവർത്തകരും ഈ നടപടിയെ അപലപിച്ചിട്ടുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ധൈര്യവും ഊർജവുമാണ് തരുന്നത്. അതിനകത്ത് ഒരു വേർതിരിവുണ്ടായിട്ടില്ല, യാതൊരു തരത്തിലുള്ള വിഭാഗീയതയും ഉണ്ടായിട്ടില്ല. അവരെല്ലാം ഒന്നടങ്കം ഈ വിഷയത്തിൽ ഞങ്ങളോടൊപ്പം നിന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആരുടെ ബുദ്ധിയിൽ ഉരുത്തിരിയതാണ് എന്ന് എനിക്കറിയില്ല. ചില സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. റിവൈസിംഗ് കമ്മിറ്റി ആണല്ലോ ഈ റെക്കമെൻഡേഷൻ നടത്തിയത്, നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് മാറ്റത്തിലേക്ക് പോയത് ഏത് റിവൈസിംഗ് കമ്മിറ്റിയാണ്? റിവൈസിംഗ് കമ്മിറ്റി പറഞ്ഞത് പേരപ്പാടെ മാറ്റണം, 96 കട്ട് വേണമെന്നുള്ളതാണല്ലോ. അപ്പൊ ഇന്ന് കോടതി പറഞ്ഞല്ലോ അത് വേണ്ട, ഇത് ചെയ്താൽ മതി എന്ന്. അത് ഏത് കമ്മിറ്റിയുടെ തീരുമാനമാണ്? എങ്ങനെയാണ് ആ തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത്? എനിക്കറിയാവുന്നത് റിവൈസിംഗ് കമ്മിറ്റിക്ക് മുകളിൽ ഒരു അതോറിറ്റി വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് മയപ്പെട്ടത് എങ്ങനെ? ഇനി നമ്മൾ അറിയാതെ ഒരു റിവൈസിംഗ് കമ്മിറ്റി പിന്നെയും ഓൺലൈനായിട്ടോ വല്ലതും ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ അതിനെക്കുറിച്ച് എനിക്ക് ധാരണയില്ല. പക്ഷേ എത്രമേൽ ആർബിട്രറി ആയിട്ടാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുക. ആദ്യം ഇങ്ങനെ ഒരു തീരുമാനം പറയുന്നു, അതിനുശേഷം ഇതിലേക്ക് വരുന്നു. അപ്പൊ ഇപ്പൊ നടക്കുന്നത് എന്താണ് ഞാൻ തോറ്റില്ല നീയും തോറ്റില്ല എന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് ഇതിന് നല്ല കാര്യം ആ സിനിമ റിലീസ് ചെയ്ത് പോകണം എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ നമുക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള എന്താണ് ഈ ഒരു സാന്ദർഭികമായിട്ടുള്ള സമവായങ്ങളല്ല നമുക്ക് വേണ്ടത് ദീർഘകാല അടിസ്ഥാനത്തിൽ നാളെ ഒരു സിനിമ എടുക്കുന്ന സംവിധായകന്, നിർമ്മാതാവിന് നല്ല രീതിയിലുള്ള വ്യക്തത വേണം. എൻ്റെ സിനിമയായിട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുക, എന്താണ് എൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇതാണ് എൻ്റെ ഗൈഡ് ലൈൻ. ഇനി നെയ്മിങ്ങിന് അങ്ങനെ ഒരു ഗൈഡ് ലൈൻ ഉണ്ടോ? വളരെ വിശദമായ ചർച്ചകൾക്ക് ശേഷം അങ്ങനെ ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കട്ടെ, ഞങ്ങളും അതിനകത്ത് ഭാഗഭാക്കാവാം. ഈ റൈറ്റ് ടു നെയിം എന്ന് പറയുന്നത് ആരുടെ അവകാശമാണ്? അതാണല്ലോ ഇന്ന് ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചത്. അതൊരു സംവിധായകന്റെ അവകാശമല്ലേ എന്ന് കോടതി ചോദിച്ചല്ലോ, വാക്കാൽ ചോദിച്ചല്ലോ. റൈറ്റ് ടു നെയിം എന്ന് പറയുന്നത് ആരുടെയാണ്? ഇനി വേറൊരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൂ ഈസ് എൻടൈറ്റിൽഡ് ടു ടൈറ്റിൽ എ ഫിലിം? ആരാണ് ഒരു സിനിമയുടെ ടൈറ്റിലിന് എൻടൈറ്റിൽഡ് ആയിട്ടുള്ളത്? അപ്പൊ അങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങളെയും റദ്ദ് ചെയ്യുന്ന ഒരു നിലപാട്, ഒരു പൊതു നിലപാടിലേക്ക് CBFC പോലൊരു സ്ഥാപനം പോകുന്നത് നിർഭാഗ്യകരമാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഇനി രണ്ടാം ഘട്ടത്തിൽ പൂർണ്ണമായും മാറ്റിയില്ലെങ്കിലും പേരിലൊരു മാറ്റം കൊണ്ടുവരുന്നു, നിർമ്മാതാക്കൾ അതിനു വേണ്ടി വഴങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളിന്ന് കണ്ടതാണ്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഒരു പോയിന്റ് അത് ഇപ്പോഴെവിടെയാണ് നിൽക്കുന്നത്? അല്ല, ഞാൻ അത് തന്നെയാണ് ഇത്രയും സമയം സംസാരിച്ചത്. അവരുടെ സമ്മർദ്ദം മനസ്സിലാക്കാൻ പറ്റും, അവർക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് എനിക്ക് പറഞ്ഞത്. ആർക്കാണ് പേരിടാനുള്ള സ്വാതന്ത്ര്യം? ആർക്കാണ് ഒരു തലക്കെട്ടിന്റെ ഉടമസ്ഥാവകാശം? അങ്ങനെ ഒരു വലിയ നിയമപരവും സർഗാത്മകവുമായ ഒരു ചോദ്യമാണത്. ഒരു സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനപരമായ മൗലികമായ പ്രശ്നമാണത്. ഇതിനകത്ത് ഒരിടത്ത് പറയുന്നുണ്ട്, നിങ്ങളത് വായിച്ചു നോക്കണം, ഇതിനകത്ത് ഒരിടത്ത് പറയുന്നുണ്ട്, ഒരു സംവിധായകൻ ഒരു സിനിമ ഒരു പേരൊക്കെ ഇട്ട് ഇവിടെ കൊണ്ടുവരുമ്പോൾ അതയക്ക് വളരെ വ്യക്തിപരമായിട്ടുള്ള അയാളുടെ ഒരു സർഗ വ്യാപാരമാണ്. പക്ഷേ ഒരു കോമൺ മാൻ, ആ വാക്കാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, എ കോമൺ മാൻ വിത്ത് കോമൺ മോറൽസ് എന്നാണ് ഉപയോഗിക്കുന്നത് ഇതിനകത്ത്. അയാൾ അങ്ങനെ ആയിരിക്കില്ല ഈ സിനിമ കാണുന്നത്. അപ്പോൾ കോമൺ മാൻ എന്ന് പറഞ്ഞാൽ തീവ്രവാദ സ്വഭാവമുള്ള തീവ്രമായ ഹിന്ദുത്വ വിശ്വാസമുള്ള ഒരാളെയായിട്ടാണോ കോമൺ മാൻ ആയിട്ട് വെക്കുന്നത്? അതായത് ജാനകി എന്ന പേര് കേട്ടാൽ ഹാലിളകുന്നതാണ്
ഇന്ത്യയിലെ കോമൺ ജാനകി വി എന്ന പേര് മാറ്റുമ്പോൾ എന്ത് മാറ്റമാണ് സിനിമയ്ക്ക്? ജനക മഹാരാജാവിന്റെ മകളല്ല, വിദ്യാധരന്റെ മകളാണ് എന്ന് പറയും. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ സിനിമ കാണുന്നവർക്ക് അത് ബോധ്യപ്പെടൂ എന്ന രീതിയിൽ കാണികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്, പ്രേക്ഷകരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു കലാകാരനിൽ ഇത്തരം നിർദ്ദേശങ്ങളും CBFCയുടെ വാദങ്ങളും ആശങ്കപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ആശങ്കപ്പെടുന്നുണ്ടോ? നിങ്ങൾക്ക് ആശങ്ക തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. ആ ആശങ്കയിലും ആധിയിലുമല്ലേ നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംവാദം തന്നെ അവിടെയല്ലേ ഉണ്ടാവുന്നത്. ഇതൊരു വലിയ ആഴമേറിയ പ്രതിസന്ധിയാണ്. എത്ര പേരത് തിരിച്ചറിയുന്നു എന്നുള്ള നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ അത്. അപ്പൊ ഏത് കാലത്തേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് ഞാൻ മുമ്പ് ചോദിച്ച പോലെ നമ്മുടെ മലയാളം കണ്ട എക്കാലത്തെ ഏറ്റവും വലിയ എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന് അദ്ദേഹത്തിന്റെ ഒരു കൃതിക്ക് ഒരു ഭഗവത്ഗീതയും കുറെ മുലകളും എന്ന് പേരിടാൻ സാധിക്കുമോ? ആ കൃതിയുടെ റൈറ്റ് വാങ്ങിച്ച് എനിക്കൊരു സിനിമ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ടൈറ്റിൽ വാങ്ങും? ഇനിയും സംഭവിക്കും എന്ന് പറയുമ്പോൾ ഇതൊരു താൽക്കാലിക നീതിയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. താൽക്കാലിക നീതിയുള്ളൂ. ഇതിനകത്ത് ഒരു ആർഗ്യുമെന്റിലേക്കോ അതിനകത്ത് മെറിറ്റിലുള്ള ഒരു ജഡ്ജ്മെന്റിലേക്കോ ഇപ്പൊ പോയിട്ടില്ലല്ലോ. ഇപ്പൊ ഒരു സമവായമാണ് ഉണ്ടായിരിക്കുന്നത്. സമവായത്തിന്റെ അടിസ്ഥാനം എന്താ? നിർമ്മാതാവിന് ഇനിയും ആ സിനിമ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് അത് റിലീസ് ചെയ്തേ പറ്റുള്ളൂ. ആ സംവിധായകനെ ആലോചിക്കൂ. അദ്ദേഹം ഇത്രയും നാൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം ആലോചിക്കൂ. അദ്ദേഹത്തിനും ആ സിനിമ റിലീസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള നിരവധി സമ്മർദ്ദങ്ങൾക്കുള്ളിൽ ആണ് ഇത്തരം ഒരു തീരുമാനം എടുക്കപ്പെട്ടത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു സൊല്യൂഷനേ അല്ല. ഇത് കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒന്നും ഒരു സങ്കുചിതമായിട്ടുള്ള സമവാക്യങ്ങളിലേക്കോ ഇടങ്ങളിലേക്കോ ഇതിനെ ന്യൂനീകരിക്കേണ്ട. ഇത് വലിയൊരു സാംസ്കാരിക പ്രശ്നമാണ്. ആ പ്രശ്നം ഞങ്ങൾ എല്ലാവരോടും അഡ്രസ് ചെയ്യും. അതിനകത്ത് യാതൊരു വേർതിരിവുമില്ല. എല്ലാവരോടും അഡ്രസ് ചെയ്യും. എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ഞങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കേണ്ട കാര്യമില്ല. അവരെല്ലാം ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ പലരുടെയും പ്രതിനിധികൾ ഞങ്ങളുടെ അന്നത്തെ CBFCയുടെ മുമ്പിലുള്ള സമരത്തിലുണ്ടായി. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഫോണിലൂടെ എന്നെ വിളിച്ച് അതിന് പൂർണ്ണമായ പിന്തുണ പറഞ്ഞു. തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവകരമായ ഒരു പ്രശ്നമാണെന്നും ഇത് പരിഗണിക്കാമെന്നുമാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുള്ളത്, സുരേഷ് കുമാറിനോട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കൂടെ ആ വഴിയെ നമ്മൾ നമ്മുടെ ശ്രമം ചെയ്യും. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ? ഞാൻ ഇനിയും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. വെൽ ഡിഫൈൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് 100% ട്രാൻസ്പെറൻസി. ഇതാണ് നമുക്ക് വേണ്ടത്. നാളെ ഞാനൊരു സിനിമയായിട്ട് പോകുമ്പോൾ, സ്ക്രീനിങ്ങിന് പോകുമ്പോൾ വാട്ട് ടു എക്സ്പെക്ട് എന്നുള്ളത് ഞാൻ അവെയർ ആയിരിക്കണം. ഇത്തരം സംഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മ കാണും, ഒരു സിനിമയുണ്ട് പൊന്മുട്ടയിടുന്ന താറാവ്. അതിന്റെ ആദ്യത്തെ ടൈറ്റിൽ എന്തായിരുന്നു അറിയോ? പൊന്മുട്ടയിടുന്ന തട്ടാനായിരുന്നു. വലിയ രീതിയിലുള്ള കോലാഹലം ഉണ്ടായപ്പോഴാണ് അത് പൊന്മുട്ടയിടുന്ന താറാവായി മാറിയത്. അപ്പൊ ഇന്ന് അവരെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കുറെ പ്രശ്നം. പക്ഷെ അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നതിലല്ല ഇവിടെ ഒരു ഒബ്ജക്ഷൻ പോലും ഉണ്ടായിട്ടില്ല. ഈ പത്മാവതിന്റെ പേര് മാറ്റിയപ്പോൾ പത്മാവതായപ്പോ ഒരു ഒബ്ജക്ഷൻ ഉണ്ടായി ഒരു വിഭാഗത്തിൽ നിന്ന്. നേരത്തെ ഞാൻ പരാമർശിച്ച മലയാള സിനിമയുടെ കാര്യത്തിലും ഒരു പ്രതിഷേധം ഉണ്ടായി. അപ്പോഴാണ് അത് അഡ്രസ് ചെയ്യപ്പെട്ടത്. ഇവിടെ യാതൊരു പ്രതിഷേധവും ഇല്ല. ഇവിടുത്തെ കമ്മിറ്റി ഇത് അപ്രൂവ് ചെയ്ത് വിടുക. ഇത് റിവൈസിംഗ് കമ്മിറ്റിക്കാരാ വിട്ടത്. തീർച്ചയായിട്ടും ചെയർമാന്റെ വിവേചനാധികാരത്തിലാണല്ലോ വിട്ടത്. ഇവിടെയുള്ളവരത് കുഴപ്പം കണ്ടെത്തിയില്ലല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ആർബിട്രറിനെസ്സിനെയാണ് നമ്മൾ പ്രശ്നവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ച പോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി തടസ്സമില്ലാത്ത സർഗാത്മകതയ്ക്ക് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. വിജയപരാജയങ്ങൾ ഒരു പ്രശ്നമല്ല. ഈ വിവാദമുണ്ടായ സമയത്തെ മറ്റെങ്ങുമില്ലാത്ത തരത്തിൽ സിനിമാ സംഘടനകൾ പ്രതിഷേധം അറിയിക്കുകയുണ്ടായി. ഇന്ന് സമവായമാണ് നടന്നതെന്ന് നിങ്ങൾ തന്നെ പറയുമ്പോൾ ആ പ്രതിഷേധം ഇവിടെ എത്തി നിൽക്കുന്നു. ആ പ്രതിഷേധത്തിന്റെ അല്ല, അപ്പൊ അന്ന് ഞങ്ങളെടുത്തൊരു നിലപാട് താങ്കൾ മറന്നുപോയി. ഇതൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യമല്ല എന്നെടുത്തത്. സമവായം ഉണ്ടാവുന്നൊക്കെ അറിയാനായിട്ട് ഞങ്ങളും നല്ല രീതിയിൽ ഈ കാര്യങ്ങളെ കുറിച്ച് ധാരണയുള്ളവരാണല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുത്തത്. JSK സമവായത്തിൽ എന്നാ നിർത്തിയേക്കാം. അങ്ങനെ ഒരു പ്രശ്നമല്ല ഇരുന്നത്. നമുക്ക് വേണ്ടത് നേരത്തെ സൂചിപ്പിച്ച പോലെ. അതുകൊണ്ടാണല്ലോ ഒരു വലിയ നിവേദനം തയ്യാറാക്കി ഞങ്ങളുടെ പ്രതിനിധിയായിട്ട് ശ്രീ സുരേഷ് കുമാർ പോയിട്ട് കേന്ദ്രമന്ത്രിയെ കണ്ടത്. അത് ഇവിടെ കൊണ്ട് ഇത് അവസാനിക്കരുത്. നാളെ വരുന്ന സംവിധായകർക്ക്, നിർമ്മാതാക്കൾക്ക്, എഴുത്തുകാർക്ക് നമുക്ക് വേണ്ടത് വ്യക്തതയാണ് വേണ്ടത്.
ആശയ വ്യക്തത, നിയമപരമായ വ്യക്തത, സമീപന വ്യക്തത, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. എങ്കിലും ഭാവിയിൽ ഇത്തരം പ്രതിഷേധങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുകയാണെങ്കിൽ അവരുടെ സമവായം പറഞ്ഞ പോലെ എന്തെങ്കിലും ഉണ്ടാകുന്ന ഒരു സാധ്യത കൂടി നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഏത് മഹായുദ്ധവും മേശയ്ക്ക് ഇരുപതല്ലേ തീരുന്നത്. അപ്പോൾ സമവായം എന്ന് പറയുന്നത് നിങ്ങൾ അത്ര മോശം വാക്കായിട്ടൊന്നും കാണണ്ട. പക്ഷേ ചെറുത്തുനിൽപ്പുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാ ചെറുത്തുനിൽപ്പും വിജയിക്കണമെന്നില്ല. ലോക ചരിത്രത്തെ മാറ്റിയിട്ടുള്ളത് പരാജയപ്പെട്ട ചെറുത്തുനിൽപ്പുകളാണ്. പിന്നെ പൂർണ്ണമായും വിജയിച്ച ഒരു വിപ്ലവവും ലോകത്തിൽ ഇന്നേ വരെ നടന്നിട്ടില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.